നമസ്കാരം. CTV വാർത്തകളിലേക്ക് സ്വാഗതം. CTV ചാനലിന് തുടക്കമായി. നാട്ടിലെ വാർത്തകൾ സ്വദേശത്തും വിദേശത്തുമുള്ള ചങ്ങനാശ്ശേരിക്കാരിൽ എത്തിക്കുവാൻ ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി CTV ചങ്ങനാശ്ശേരി TV പ്രവർത്തനം ആരംഭിച്ചു. ചാനൽ ഫ്ലോറിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ചങ്ങനാശ്ശേരിയുടെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ചാനലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരൻ, ഉപാധ്യക്ഷൻ ശ്രീ മാത്യൂസ് ജോർജ്, വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി ഷാജി, ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ചീഫ് അഡ്മിൻ ശ്രീ വിനോദ് പണിക്കർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പാറേൽപ്പള്ളിക്ക് സമീപം മാറാട്ടുകളം ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ പ്രാദേശിക ചാനലായാണ് CTV പ്രവർത്തിക്കുക. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായ ചങ്ങനാശ്ശേരിയെക്കുറിച്ചും ഈ നാട് ജന്മം കൊടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവരും മൺമറഞ്ഞവരുമായ വ്യക്തികളെക്കുറിച്ചുമുള്ള വിവരണങ്ങളും ഡോക്യുമെന്ററികളും അണിയറയിൽ തയ്യാറായി വരുന്നതായും ആരുടെയും പക്ഷം പിടിക്കാതെ രഹസ്യ അജണ്ടകളില്ലാതെ മാധ്യമധർമ്മം മുറുകെ പിടിച്ച് നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന വേറിട്ട പ്രവർത്തനമായിരിക്കും തങ്ങളുടേതെന്ന് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിഫി വർഗീസ് പുല്ലുകാട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ മാർട്ടിൻ ജോസഫ് എന്നിവർ അറിയിച്ചു. തുടക്കത്തിൽ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളും അഭിമുഖങ്ങളും ആയിരിക്കും അവതരിപ്പിക്കുക. തുടർന്ന് ചങ്ങനാശ്ശേരി നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും സമീപ പഞ്ചായത്തുകളിലെയും വാർത്തകളും വിശേഷങ്ങളും മുടക്കം കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തും. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പ്രത്യേക പരിപാടിയായ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി ആദ്യ എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടന്ന ആസ് യു സെഡ് ടൗൺ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി. എന്തിനീ മീറ്റിങ്ങുകളെല്ലാം കൊണ്ട് ടൗണിൻ്റെ അകത്ത് നടക്കണം? ആദ്യകാലത്ത് സകല മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരുന്ന മാർക്കറ്റിന്റെ അകത്ത്. അവിടെ ഒരു നല്ല സ്ക്വയർ, ഓൾറെഡി ഒരു നാച്ചുറൽ സ്ക്വയർ ഉണ്ട്, അഞ്ചു വിളക്കിന്റെ സ്ക്വയർ. ബോട്ട് ജെട്ടിയുടെ അവിടെയുള്ള സ്ക്വയറിലേക്ക് മീറ്റിങ്ങുകൾ മാറ്റണം. കാര്യം ഞാൻ നേരത്തെ പല കാര്യങ്ങളിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനമുണ്ട്, കോട്ടയത്ത് തിരുനക്കര മൈതാനമുണ്ട്, എറണാകുളത്ത് രാജേന്ദ്ര മൈതാനമുണ്ട്, വഞ്ചി സ്ക്വയർ ഉണ്ട്, തൃശ്ശൂർ വരുമ്പോൾ സ്വരാജ് റൗണ്ട് ഉണ്ട്, കോഴിക്കോട് മുതലക്കുളം മൈതാനമുണ്ട്. ഇവിടെ എല്ലാം മീറ്റിങ്ങുകൾക്കായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മീറ്റിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ഏരിയയിലുള്ള അഞ്ചു വിളക്ക് സ്ക്വയറിന്റെ അടുത്തോട്ട് മാറ്റിക്കൂടാ? അതിനുള്ള സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്, ട്രാഫിക് ബ്ലോക്ക് വരില്ല. ആകെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു അനക്കവും ഇല്ല. ചാനലുമായി ബന്ധപ്പെടുവാനും വിവരങ്ങൾ കൈമാറാനുമായി 9400277544 എന്ന വാട്സപ്പ് നമ്പറിൽ ആർക്കും ബന്ധപ്പെടാം.